ഹായ് ഫ്രണ്ട്സ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലെ? ഭയങ്കര മഴയൊക്കെയാണ്, ചിലയിടത്തൊക്കെ വെള്ളപ്പൊക്കമൊക്കെയാണ് അല്ലെ? വെള്ളമൊക്കെ കയറിയിട്ടുണ്ടോ നിങ്ങളുടെ വീടുകളിലൊക്കെ? എല്ലാവരും സുരക്ഷിതമായിട്ടൊക്കെയാണല്ലോ ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നൊരു റീഡിങ് എടുക്കാം അല്ലെ? അപ്പൊ ഇന്നത്തെ റീഡിങ് നിങ്ങളോട് ദൈവം സംസാരിക്കുന്നു അല്ലെ? നിങ്ങളോട് പലരോടും ദൈവം സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാതിരിക്കുന്നു വിചാരിക്കുന്നു അല്ലെ? നിങ്ങളോട് ചില വ്യക്തികൾക്കാണെങ്കിൽ ദൈവം മാത്രമേ സംസാരിക്കാനുള്ളൂ അല്ലെ? അപ്പോ ദൈവം എന്നുള്ളത് നിങ്ങളെ വിളിക്കുന്ന നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ദൈവം ഉണ്ടായിരിക്കില്ല അല്ലെ? എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ഒരു ദൈവം ഉണ്ട്. അപ്പൊ എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സങ്കടങ്ങൾ പറയാൻ ഒരു ദൈവം ഉണ്ടാവും. ആ ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങൾ പറയും. അപ്പൊ അത് ചിലർക്ക് ദൈവം എന്നൊരു വിശ്വാസം പറയുന്നില്ലെങ്കിൽ യൂണിവേഴ്സ്, ആ ഒരു ശക്തി യൂണിവേഴ്സിനോടാണ്. അപ്പൊ എല്ലാം ഒരു ശക്തിയാണ്. അപ്പൊ നമ്മൾ അതിനെ പല പേരുകളിട്ട് വിളിക്കുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ആ ഒരു ശക്തി, ആ ഒരു യൂണിവേഴ്സ്, അപ്പൊ ദൈവം സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് ആവാം, നിങ്ങളുടെ ദൈവമാവാം. നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു ശക്തി നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് പല ഗൈഡൻസും ആ ഒരു ശക്തി തരുന്നുണ്ട്. ആ ഒരു ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലെ? നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ തരുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നുണ്ട് അല്ലെ? അപ്പോ നിങ്ങൾ ഏത് വഴി, നിങ്ങളുടെ ഓരോ ദിവസത്തെയും പോവേണ്ട വഴികൾക്ക് ഗൈഡൻസ് തരുന്നുണ്ട് അല്ലെ? ചോദിക്കുന്നവർക്ക്, നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് ഗൈഡൻസ് തരുന്നുണ്ട്. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ഗൈഡൻസ് ചോദിച്ചാൽ അതിനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നില്ല, പലർക്കും അതിന് ഗൈഡൻസ് ഒക്കെ തരും അല്ലെ? ഇപ്പം ചെയ്യേണ്ടാത്ത കാര്യമുണ്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ പറയും, അത് വേണ്ട എന്ന് പറയും, നല്ലതാണെന്ന് നിങ്ങളോട് ചെയ്യാൻ പറയും അല്ലെ? ഇങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളോട് ദൈവം സംസാരിക്കുന്നു, അതാണ് ഇന്നത്തെ ടോപ്പിക് കേട്ടോ. ദൈവത്തിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആവും. നിങ്ങൾക്ക് ആർക്കൊക്കെ റെസനേറ്റ് ആവുന്നുണ്ടോ? പലർക്കും റെസനേറ്റ് ആവും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പലർക്കും റെസനേറ്റ് ആവുന്നുണ്ട്, എനിക്ക് റെസനേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുത്തിട്ട് അല്ലാത്തത് വിട്ടേക്കുക, അത് എന്റേതല്ലെന്നുള്ള നിങ്ങളങ്ങ് വിട്ട് കഴിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ റെസനേറ്റ് ആവുന്നത് എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇനി നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള റീഡിങ്, പേഴ്സണൽ ആയിട്ട് നിങ്ങളുടെ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിന് കോൺടാക്ട് ചെയ്യണം. പേയ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൽ വാട്സപ്പിൽ വരാൻ കോൾ ചെയ്യാം. പിന്നെ ഇതൊരു ടൈംലെസ് ആണ് കേട്ടോ, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത്, നിങ്ങൾക്ക് കാണാൻ ടൈം ആകുമ്പോഴത്തേക്കിനെ ഇത് നിങ്ങളുടെ മുന്നിൽ എത്തുകയുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാരെങ്കിലും ഒക്കെ ഉണ്ട്, അവർക്ക് ഇത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും സങ്കടപ്പെട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ എന്റെ ചാനല് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ, അല്ല ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഞാൻ എപ്പോഴും പയലൊക്കെ പ്രാർത്ഥിച്ചിട്ട് സെലക്ട് ചെയ്ത് വെക്കുകയാണ്, എനിക്കതാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് സത്യസന്ധമായിട്ട് പ്രാർത്ഥിച്ച് യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് എടുത്തു വെക്കുന്ന പയലാണ്. എനിക്ക് എന്നിലൊരു വിശ്വാസമുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് എന്നിലൊരു വിശ്വാസമുണ്ട്. അതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അത് വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോ എനിക്ക് ഈ ഒരു രീതിയിൽ റീഡ് ചെയ്യുന്നതാണ് ഇപ്പൊ തൃപ്തി. അപ്പൊ ഞാനത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നേരത്തെ പയലുകളെല്ലാം നോക്കി എടുത്തു വെച്ചിട്ട് എല്ലാം കാണാതെ പറയുന്ന, അങ്ങനെയല്ല. ഞാൻ ഇത് ഈ പയല് നിവർത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് യൂണിവേഴ്സ്, ദൈവം എനിക്ക് പറഞ്ഞു തരുന്ന, എന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വട്ടം കൂടി ഇത് നിവർത്തി വെച്ചിട്ട് ഇത് പറയാൻ പറഞ്ഞാൽ എനിക്കത് അത്രയും ആദ്യം പറഞ്ഞ അതേ രീതിയിൽ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ആ ഒരു എനർജിയിൽ നമുക്ക് ദൈവം നമ്മളോട് വന്നിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഒപ്പം കൂടെ നിന്ന് എൻ്റെ കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണേന്നാണ് കേട്ടോ. ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടാൽ അങ്ങനെ തന്നെ എനിക്ക് ചെയ്തു തരും. അപ്പൊ ആ ഒരു സമയത്തിരുന്ന് പറയുന്ന കാര്യങ്ങളാണത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് പിന്നെ രണ്ടാമതൊരിക്കലും അത് എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആ ഒരു ടൈമിൽ നമ്മുടെ
കൂടെ നിന്ന് ദൈവം പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അല്ലാതെ ടാരറ്റ് കാർഡിലുള്ള മീനിങ്ങുകൾ അത് മാത്രമല്ല നിങ്ങളോട് പറയുന്നത്. അതല്ലാതെ അത് ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ദൈവം ആ സമയത്ത് കൂടെ നിന്ന് പല പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു തരാൻ തോന്നിപ്പിക്കും. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് കേട്ടോ. ഫസ്റ്റ് കാർഡ് വൈസ് കൗൺസിലർ എന്ന് പറയും. സെക്കൻഡ് കാർഡ് പെന്റക്കിൾസ് ആണ്. കപ്പാണ്, 7 ഓഫ് കപ്പ്. 8 പെന്റക്കിൾസ്, ട്രാൻസ്ഫർമേഷൻ, മജീഷ്യൻ, റിന്യൂവൽ, എംപ്രസ്, 9 ഓഫ് കപ്പ്, ഈഗോ, എംപ്രസ്, എംപറർ രണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മാറ്റി വെക്കുക, ഓർഡറിൽ വെക്കാം. പിന്നെ 7 ഓഫ് സോർട്സ്. ഇവിടെ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കുറെ കാർഡുണ്ട് കേട്ടോ. ഇവിടെ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഒരു മജീഷ്യൻ കാർഡുണ്ട്, മജീഷ്യൻ ഉണ്ട്, റിന്യൂവൽ ഉണ്ട്, ട്രാൻസ്ഫർമേഷൻ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ദൈവം നിങ്ങളുടെ ആരുടെയൊക്കെയോ ലൈഫിലേക്ക് ഒരു മാജിക്, അതായത് ഒരു മിറക്കിൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. മാജിക് ഈസ് എലൈവ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാജിക് സംഭവിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മിറക്കിൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, നിങ്ങളുടെ ലൈഫിലേക്ക് പല പല സക്സസ്സുകളും വരാൻ, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എനിക്കൊരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ അല്ലെ, അല്ലെ എനിക്ക് നിധി കിട്ടിയിരുന്നെങ്കിൽ, അല്ലെ എന്നെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് കുറച്ച് ഫൈനാൻസ് ലഭിച്ചിരുന്നെങ്കിൽ അല്ലെ, എൻ്റെ ഈ കടങ്ങളൊക്കെ വീടാൻ, അല്ലെങ്കിൽ എനിക്ക് മോളുടെ ഫീസ് അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കണം, അല്ല മോളുടെ മാരേജ് എങ്ങനെ നടത്തും, അങ്ങനെ മോന് വിദേശത്ത് പോകാനുണ്ട്, അല്ലെ പഠിക്കാൻ ഫീസ് കൊടുക്കണം കുട്ടികൾക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് പണം ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അതിനായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പല രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ലോസുകൾ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഒരുപാട് ലോസുകൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ലോസ്, പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ലോസുകൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നല്ല ലാഭം കിട്ടുമെന്ന് വെച്ച് വലിയ ബിസിനസ്സുകളിലൊക്കെ കൊണ്ടിട്ടതാവാം. അതൊക്കെ ഒരുപക്ഷെ നിങ്ങളെ അവർ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, പൊട്ടിപ്പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ലോസ് വന്നിട്ടുണ്ടാവാം. ഷെയർ മാർക്കറ്റിൽ ഒരുപാട് പേരാണ് ഷെയർ മാർക്കറ്റിലൊക്കെ ഷെയർ കൊണ്ട് ക്യാഷ് ഇടുന്നു, അല്ലെങ്കിൽ തനിയെ ഷെയർ ട്രേഡിങ് ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് ഒരുപാട് ലോസ് വരുന്നു, അതെങ്ങനെയെങ്കിലും ഒന്ന് പ്രോഫിറ്റ് ആക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഓരോ കാര്യങ്ങൾ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരുടെ ലോസാണ്, ഒരുപാട് നഷ്ടങ്ങൾ ഒക്കെ സംഭവിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് ഒരു സക്സസ് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു അല്ലെ. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക്, ആരുടെയൊക്കെ ലൈഫിലേക്കാണെന്ന് എനിക്കറിയില്ല, സക്സസ് വരികയാണ്, ഒരു മിറക്കിൾ സംഭവിക്കാൻ വേണം. ഒരു പക്ഷെ ലോട്ടറി അടിക്കാം, നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ സമയം ഇപ്പം ഒരുപാട് നല്ലതിലേക്ക് വരുന്നുണ്ടാവാം അല്ലെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കാതിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, അല്ല മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഒരു ലോട്ടറി അടിക്കാൻ. അങ്ങനെ നിങ്ങൾക്ക് ഒരു വലിയ എമൗണ്ട് തന്നെ ലോട്ടറി അടിക്കാൻ പോകുന്നുണ്ട്. ചിലർക്ക് ഒരു എംപ്രസ് എനർജി കാണിക്കുന്നുണ്ട്, അതായത് സാമ്പത്തികം ഒരു അബണ്ടന്റ് ആയിട്ട് വരുന്ന ആരൊക്കെയുണ്ട്. അതൊക്കെ എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പം ഇത് കാണുന്ന പലർക്ക് ലോട്ടറി അടിക്കാം, വലിയ എമൗണ്ടുകളാണ്, ചിലപ്പോൾ കോടികൾ തന്നെ അടിക്കാം, അല്ലെ ലക്ഷങ്ങൾ അടിക്കാം അല്ലെ. അതുപോലെ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പണം ലഭിക്കാൻ, നിങ്ങളുടെ പൂർവിക സ്വത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഏതെങ്കിലും സ്വത്ത് വകകളൊക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് പെട്ടെന്ന് ഒരു സക്സസ് വന്നിട്ടുണ്ടാവും. അങ്ങനെ സക്സസ് വരുന്നുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങളിൽ വിശ്വസിക്കുന്ന, അതായത് നിങ്ങൾക്ക് എന്തും കഴിയും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തും കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും, അല്ലെങ്കിൽ
ആരും എനിക്കൊന്നും തരുന്നില്ല, ആരും സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങൾക്ക് എന്തും കഴിയും, നിങ്ങളിൽ എല്ലാം ഉണ്ട്, എല്ലാ കഴിവുകളും നിങ്ങളിലുണ്ട്. അതായത് യു ക്യാൻ, എല്ലാം യു ക്യാൻ, അതായത് എല്ലാം നിങ്ങൾക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നവർ, എനിക്കെല്ലാം കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചാൽ എന്റെ ലൈഫിൽ മാജിക് കൊണ്ടുവരാൻ എനിക്ക് കഴിയും. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, അതായത് മറ്റുള്ളവർ അത് ചെയ്തില്ല ഇത് ചെയ്തെന്ന് പറഞ്ഞ് നമ്മൾ അവരെ കുറ്റം പറഞ്ഞ് നടക്കാതെ നമ്മൾക്ക് എന്ത് ചെയ്യാനും കഴിയും എന്നുള്ളത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ചെയ്യുക. നമ്മുടെ ലൈഫിന്റെ ഉത്തരവാദിത്വം നമ്മൾക്കുള്ളതാണ്, മറ്റുള്ളവർക്കല്ല, അല്ലെ? അപ്പൊ നമ്മൾ നമ്മുടെ ലൈഫിന്റെ സക്സസിന് വേണ്ടിയിട്ട് എന്തു ചെയ്യുന്നു, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ സക്സസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, അതിനുവേണ്ടി നിങ്ങൾ എത്രമാത്രം ഹാർഡ് വർക്ക് എടുത്തിരിക്കുന്നു മാനിഫെസ്റ്റ് ചെയ്യാനും, അവർ ഹാർഡ് വർക്ക് അതിനെ മുന്നോട്ടേക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ സക്സസിൽ എത്തിക്കാൻ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തു, എത്രമാത്രം സ്റ്റഡി ചെയ്തു, എത്രമാത്രം പ്രാർത്ഥിച്ചു, മാനിഫെസ്റ്റ് ചെയ്തു, ആ ഒരു നിങ്ങളെടുത്ത എഫേർട്ടിന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സക്സസ് ദൈവം തരാൻ പോവാണ്. അത് നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ആരോടൊക്കെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒരു പക്ഷേ ആര്യവത്തിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുന്ന ആളുകൾ വഴി, ഒന്ന് എന്നെ പോലുള്ള ടാരോ റീഡേഴ്സ് ആവാം, പല പ്രീസ്റ്റസുകളാവാം, അങ്ങനെ പല ആളുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചില വ്യക്തികളിൽ കൂടി നിങ്ങൾ അറിയാൻ പോകുന്നുണ്ട്. അപ്പൊ ദൈവം നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ഒരു മാജിക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു, ഒരു മിറക്കിൾ സംഭവിക്കാൻ പോകുന്നു, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വലിയ സക്സസ് വരുന്നു. അത് ദൈവത്തിന്റെ ഒരു സമ്മാനമാണ്. നിങ്ങൾ ദൈവത്തിനോട്, യൂണിവേഴ്സിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എനിക്കത് തരണമെന്ന് നിങ്ങൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നെന്ന് ദൈവം നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ആരുടെയൊക്കെ ലൈഫിലേക്കാണെന്ന് എനിക്കറിയില്ല, സക്സസ് വരുന്നുണ്ട്, ഒരു മാജിക് തന്നെ. ഒരുപക്ഷെ അത് വലിയൊരു സക്സസ് തന്നെ ആകാം കേട്ടോ. വലിയൊരു സക്സസ് ആണ്. നിങ്ങളുടെ ഡ്രീം എന്താ പറയാ, റിയൽ ആകാൻ പോകണം. നിങ്ങൾ വളരെ കാലമായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു ഡ്രീം ഉണ്ട്, ആ ഡ്രീം സക്സസിലേക്ക് വരികയാണ്, അത് റിയാലിറ്റിയിലേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ വലിയൊരു സക്സസ് ആണ് വരുന്നത്. ഒരുപക്ഷെ വലിയൊരു അബണ്ടന്റ് ആവാം, വലിയൊരു അബണ്ടന്റ് ആയിട്ട് വരാമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അതിനേക്കാൾ 100 ഇരട്ടി ആയിട്ടുള്ളതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതാണ് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. പല കാര്യങ്ങൾക്കായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അല്ലെ? നിങ്ങളോട് പല കാര്യങ്ങളും പഠിക്കാൻ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതല്ലേ. അപ്പൊ നിങ്ങൾ പഠിച്ച് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുന്നതിനായിട്ട് എടുക്കുന്ന എഫേർട്ടില്ലേ, ആ എഫേർട്ടിന് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കാൻ പോകുന്നുണ്ട്. ആർക്കൊക്കെയോ സ്കോളർഷിപ്പ് ലഭിച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ വിദേശത്തേക്ക് സ്കോളർഷിപ്പോട് കൂടി പോകാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അപ്പോ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടോ, നിങ്ങളോട് പഠിക്കാൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ, നിങ്ങൾ ആക്ഷൻ പഠിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ചില വ്യക്തികൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളോട് പറയുകയാണ്, പഠിക്കാൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യത്തില് ലേൺ ചെയ്യാൻ പറയുന്നുണ്ട്. ലേണിംഗ് പറയുന്നുണ്ട്. നിങ്ങളുടെ കരിയർ കുറച്ചുകൂടെ സക്സസ് ആവണമെങ്കിൽ ലേണിംഗ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കണം, കുറച്ചും കൂടെ നിങ്ങൾ അതിനെ അറിവ് സമ്പാദിക്കേണ്ടതുണ്ട്. അത് നിങ്ങളോട് പറയുന്നുണ്ട്, അത് നിങ്ങൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതും ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലേക്ക് വരുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നല്ലതായിട്ടൊന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചും ലേൺ ചെയ്യണം. നല്ല രീതിയിൽ അതിന് സ്കില്ലുണ്ടാവണം കേട്ടോ. അത് നിങ്ങളോട് പറയാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. എന്താണ് ചെയ്യാൻ പോകുന്നതിനെ എന്നതിനെ കുറിച്ച് വളരെയധികം ധാരണ ഉണ്ടായിരിക്കണം. നല്ലവണ്ണം അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം അതിൽ സ്റ്റാർട്ട് ചെയ്യാനെന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആ ചെയ്യാൻ പോകുന്ന കാര്യം, പ്രോജക്റ്റ് എന്തായാലും, ബിസിനസ് ആയാലും, ഏത് കാര്യമായാലും, ജോലി ആയാലും അതിനെക്കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന മേഖലയിലേക്ക് നിങ്ങളെ ജോലി നോക്കാനാണ് പറയുന്നത്. പഠിച്ചിരിക്കുന്ന മേഖല ഏതാണോ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ജോലിക്കായിട്ട് അന്വേഷിക്കാനാണ് പറയുന്നത്.
ആ രീതിയിലാണെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ സക്സസ് ആയി തീരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പലർക്കും ഒരുപാട് ചോയ്സസ്, പല പല ചോയ്സസ് വരാനായിട്ട് ജോലിക്ക്, നിങ്ങളിപ്പോ ജോലി തേടിയിരിക്കുന്ന വ്യക്തികളാവാം, അല്ലെങ്കിൽ കിട്ടിയ ഒരു ചെറിയ ജോലി കാത്തിരിക്കുന്ന, ആ ജോലിയിൽ തന്നെ ഇരുന്നിട്ട് കൂടുതൽ സാലറിക്കോ ഒന്നും തികയുന്നില്ലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്, കുറച്ചുകൂടെ നല്ലൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നവരുണ്ടാവാം. അത് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കുറച്ചും കൂടി ജോലികൾ, നല്ല നല്ല ജോലികൾക്കായിട്ടുള്ള ചോയ്സസ് കിട്ടും. കുറച്ചുകൂടെ നല്ല നല്ല ജോലികളുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുൻപിൽ എത്തുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണത്താൽ നിങ്ങളുടെ ജോലിയുടെ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു പീരീഡ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ആയിരുന്നെങ്കിൽ, നിങ്ങൾ വിദേശത്തൊക്കെ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്നതാണോ, നിങ്ങളുടെ ആ ഒരു പഠന സമയം ആയി കഴിഞ്ഞു, ഇനി ഒരു ജോലിയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി എന്ത് എന്നുള്ള ഒരു രീതിയിലായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഇരിക്കും തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വരുമോ, വിദേശത്താണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ലതായി തോന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അത് സ്വീകരിക്കാൻ പറയുന്നുണ്ട്. അതിലേക്ക് ഇരുന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ അന്വേഷിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ജോലി, അല്ലെങ്കിൽ ആഗ്രഹിച്ച സാലറി നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പക്ഷെ കിട്ടുന്നത് ഏതായാലും നിങ്ങൾ അതിനെ സ്വീകരിക്കുക. അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ കൂടുതൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസിന് ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ലൈഫിൽ നമുക്ക് എപ്പോഴും ആദ്യം തന്നെ ബെറ്റർ ആയിട്ടുള്ളത് ലഭിക്കണം എന്നില്ല. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുക. നമ്മൾ എത്രത്തോളം ട്രൈ ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം നമ്മൾ എഫേർട്ട് എടുക്കുന്നു, അതിനനുസരിച്ചാണ് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ ഏതൊരു സാഹചര്യമായാലും നമ്മൾ അതിനെ പൊരുത്തപ്പെട്ട് അതിലേക്ക് പോവാൻ നമുക്ക് ഓരോ കാര്യങ്ങളിലൂടെയും, എന്തൊക്കെ ഒരു കാര്യമായാലും അതിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ലൈഫിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ മുന്നോട്ടേക്ക് പോവാനുള്ളതാണ്. അപ്പൊ കിട്ടുന്നതിനെ നമ്മൾ മാക്സിമം ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ് ചെയ്യാതെ അതിനെ നമ്മൾ സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒന്നിലധികം ചോയ്സസ് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, എന്താണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക. അത് പലരോടും നിങ്ങളിങ്ങനെ ചോദിച്ചു പോവാതെ നിങ്ങളോട് തന്നെ ചോദിക്കുക, അതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടാവും, നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾക്കൊരു അപ്പൊ നിങ്ങൾ ഏതിലേക്ക് ഫോക്കസ് ചെയ്താലാണ് നിങ്ങളുടെ ആ ഒരു ലൈഫ് പർപ്പസിലേക്ക് എത്തുക, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ള ആ ഒരു ഇതിലേക്ക് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക. അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും സ്വന്തം ഇഷ്ടമാണ്. നമ്മൾ മറ്റൊരാളോട് നമ്മുടെ ഇഷ്ടങ്ങൾ ചോദിക്കുക. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ അതിന് 2 കാര്യങ്ങൾ, അപ്പൊ ഏത് ചൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ മറ്റൊരു വ്യക്തിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളോട് തന്നെ അത് ചോദിക്കുന്നതാവും. കാരണം നമ്മൾക്ക് ഏതാണ് സാറ്റിസ്ഫാക്ഷൻ, അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പോവേണ്ടത്. നമ്മൾക്ക് ചെയ്യാനായിട്ട് ഏറ്റവും പൂർണ്ണമായ ഒരു തൃപ്തി, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അതിനോടൊരു തൃപ്തിയും ഇഷ്ടമൊക്കെ തോന്നണമെങ്കിൽ അത് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കണമല്ലോ. അപ്പൊ അതിലൂടെ ഫോക്കസ് ചെയ്ത് നമ്മളോട് തന്നെയാണ് നമ്മളത് ചോദിക്കേണ്ടത്. നമുക്കത് ശരിയാവുന്നുണ്ടോ, നമ്മളുടെ ഹൃദയം, നമ്മുടെ മനസ്സ് എന്ത് പറയുന്നു അതിലേക്ക് ഫോക്കസ് ചെയ്താണ് പോവേണ്ടത് കേട്ടോ. ഏതൊരു ജോലി ചെയ്യുമ്പോഴും നിങ്ങൾ അതിനെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ആ ഒരു ലൈഫിനെ ഇഷ്ടത്തോടെ തന്നെ ചെയ്യണം. നമ്മൾ ഇഷ്ടപ്പെട്ട് വേണം ഏതൊരു ജോലിയായാലും അതിനെ ഇഷ്ടപ്പെടണം. അപ്പൊ എത്ര കാഠിന്യമേറിയതായാലും നമ്മൾ ആഗ്രഹിക്കാത്ത ജോലിയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ലേ പോലും, നമ്മൾ ആ ജോലി കിട്ടിക്കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ നമ്മൾ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. മാക്സിമം നമ്മുടെ എഫേർട്ട് എല്ലാം കൊടുത്ത് അതിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുക. കഷ്ടപ്പെട്ടല്ല ചെയ്യേണ്ടത്, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഏതൊരു ജോലിയും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്താൽ അതിന്റെ എത്ര കഷ്ടപ്പാടുള്ള ജോലിയായാലും കഷ്ടപ്പാട് തോന്നില്ല. അത് നമ്മൾ ഇഷ്ടപ്പെടാതെ ചെയ്യുമ്പോഴാണ് എത്ര നല്ല ജോലിയായാലും നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതൊരു ജോലിയായാലും അതിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം. വളരെയധികം ആ ജോലിയോട് സ്നേഹം തോന്നണം. സ്നേഹിച്ചുകൊണ്ട് നമ്മൾ അതിനെ
ചെയ്യുക, ആ ജോലി ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നമുക്ക് കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള ജോലികൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും കേട്ടോ. ചിലവർക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ പോണ നിങ്ങളുടെ ടാലന്റ് വളരെ ഉയർന്ന ടാലന്റ് ഉള്ള നിങ്ങളുടെ ടാലന്റ് അനുസരിച്ചിട്ട് എക്സലന്റ് ഓപ്പർച്യൂണിറ്റീസ്, എക്സലന്റ് ആയിട്ടുള്ള നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപക്ഷെ നിങ്ങളുടെ ടാലന്റിനേക്കാൾ കൂടുതൽ, അതായത് നിങ്ങളുടെ ടാലന്റിന് ഉപരിയായിട്ടുള്ള നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, എക്സലന്റ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ഓഫീസിൽ നിങ്ങൾ ജോലിക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരിടത്ത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല നല്ല പൊസിഷനിലേക്ക് പൊസിഷനിലേക്ക് കയറാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഓഫീസിൽ നിങ്ങൾ ചെന്ന ഓഫീസിലുള്ള ഒരുപക്ഷെ ഓഫീസർക്ക് അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് അവർ നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കിയിട്ട് കുറച്ചും കൂടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ പോസ്റ്റുകൾ നിങ്ങൾക്ക് തരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു പോസ്റ്റിലെത്താൻ നിങ്ങൾ കുറച്ചുകൂടെ സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതേ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ആരൊക്കെയാ ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, ഞാൻ ഇതിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകുമോ, എനിക്ക് പഠിക്കാൻ കഴിയുമോ, എനിക്ക് അവിടെ സക്സസ് ആകാൻ കഴിയുമോ എന്ന് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് അവിടെ സക്സസ് ആണ്. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആ ഒരു പുതിയ ന്യൂ സ്റ്റഡി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ കരിയറിൽ പ്രൊമോഷൻ കിട്ടാൻ പോകുന്നുണ്ട്. സ്കോളർഷിപ്പ്, നിങ്ങളുടെ ആ ഒരു സ്റ്റഡീസിൽ സ്കോളർഷിപ്പ് കിട്ടാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എക്സലന്റ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സാലറിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ നിങ്ങളത് വറിയാവേണ്ടതില്ല എന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലർക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള നല്ല നല്ല ജോലിയിലേക്ക് കടക്കാൻ പോകുന്നുണ്ട്. ഒരു മാനേജർ പോസ്റ്റ് ആവാം, അല്ലെങ്കിൽ വളരെ ഉയർന്ന പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ വളരെ ഉയർന്ന പൊസിഷനിലുള്ള ജോലികളൊക്കെ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രൊമോഷൻ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ സക്സസ് ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇൻക്രീസ് ചെയ്യുക. നിങ്ങളുടെ സക്സസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നിങ്ങൾ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ ഉള്ള ആ ഒരു നിങ്ങളുടെ പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ കൂടുതൽ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ രീതിയിൽ ഉയരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ ലീഡർഷിപ്പ് ആയിട്ടുള്ള റോളുകൾ, നല്ല നല്ല ലീഡർഷിപ്പ് റോളുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളോട് പറയാനായിട്ട് യൂണിവേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ദൈവം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ആരൊക്കെയോ കൂടുതൽ പ്രൊമോഷൻ ലഭിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികമായിട്ടുള്ള സാമ്പത്തികമായ ഉന്നതിയിലേക്ക് പോകുന്നുണ്ട്. സാലറിയൊക്കെ കൂട്ടിയിട്ട് കൂടുതൽ ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ സ്വന്തമായിട്ട് ക്വാർട്ടേഴ്സോ കാറോ അങ്ങനെയുള്ള എന്തൊക്കെയോ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ആർക്കൊക്കെയും. അപ്പൊ ആ ഒരു രീതിയിൽ പലരും പല രീതിയിൽ നല്ല സക്സസിലേക്ക് എത്താൻ പോകുന്നതായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് കുട്ടിയെ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് അമ്മയാകാനുള്ളൊരു സാധ്യത യൂണിവേഴ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തോടൊരു കുട്ടിയെ ആഗ്രഹിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കുട്ടിയല്ല 2 കുട്ടികൾ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 2 കുട്ടികളാണ് നിങ്ങൾക്കായിട്ട് ദൈവം തരാൻ പോകുന്നത്. ഒരുപാട് നാളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കുട്ടി അല്ല 2 കുട്ടികളാണ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ അമ്മയാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആരൊക്കെയോ ഒരു അച്ഛനും അമ്മയാവാനായിട്ട് ആരൊക്കെയോ തയ്യാറെടുത്ത് കൊള്ളാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ എന്താ പറയാ സക്സസിലേക്ക് വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവാം. ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്.
നിങ്ങളുടെ വീട്, കാറ്, അല്ലെ, നിങ്ങളുടെ വിദേശയാത്ര, ജോലി, ഇതിനൊക്കെ വേണ്ടിയിട്ട്, നിങ്ങളുടെ മാരേജ്, ഇതിനൊക്കെ വേണ്ടി നിങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവരാണല്ലോ, അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് സത്യമായി തീരാൻ പോകുന്നു, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നെന്ന് ഇവിടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചില പഴയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് റിലീസ് ആവുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വീടുകളിലൊക്കെ പഴയ ഒരു സിസ്റ്റത്തിൽ, അതായത് ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ നിന്നിട്ടുള്ള ചില അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില മാരേജ് ലൈഫുകളിൽ ഒരുപാട് സഹനങ്ങൾ, ഒരുപാട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പീഡനങ്ങൾ, അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് ഒരുപക്ഷെ ഭയങ്കരമായിട്ട് മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമയായിട്ടുള്ള വ്യക്തിയാവാം. അപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചപ്പം മുതൽ ഒരുപാട് പീഡനങ്ങളാൽ സഹിക്കുന്ന വ്യക്തിയാവാം. ചിലവരുടെ ആണെങ്കിൽ ഹസ്ബൻഡ് ജോലിക്കൊന്നും പോകില്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാവാം. നിങ്ങള് കുട്ടികളെ വളർത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരാവാം. അങ്ങനെ നിങ്ങൾ ഒരുപാട് ഹസ്ബൻഡിന് ഒരുപാട് പീഡനങ്ങൾ, അടിയും വഴക്കും ബഹളവും അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബം ആയിട്ട് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടുണ്ടാകും. ഭയങ്കര കുടിക്കുന്ന വ്യക്തിയാവാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പീഡനങ്ങളിൽ നിന്ന് നിങ്ങൾ ആ ഒരു ജീവിതം വളരെയധികം സഹിച്ച് മടുത്തിട്ടുണ്ടാവാം, അല്ലെ? നിങ്ങൾക്ക് കുട്ടികൾ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ കുട്ടികളുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് പറ്റുന്നില്ലാത്തൊരവസ്ഥ, അല്ലെ? അവർ അനാഥരായി പോകും എന്നുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ എല്ലാം സഹിച്ച് ജീവിക്കേണ്ടി വന്നു. ഇതിൽ നിന്നൊരു മോചനം കിട്ടിയിരുന്നെങ്കിൽ എന്ന് സഹിച്ച് കഴിഞ്ഞിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ചില വ്യക്തികൾ റിലീസ് ആകാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ സ്വയം അതിൽ നിന്നും ഡിവോഴ്സ് ആയിട്ട് മാറാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ഡിവോഴ്സിനായിട്ട് നിങ്ങൾ ഒരുപാട് നാളായിട്ട്, അല്ലെങ്കിൽ ആ ഒരുപക്ഷെ സഭയായിട്ട് നിങ്ങൾ മാറി നിൽക്കുകയായിരിക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടാവാം, കുട്ടികളെയും കൂട്ടി പോന്നിട്ടുണ്ടാവാം. അപ്പൊ അല്ലെങ്കിൽ നിങ്ങളൊരു ഡിവോഴ്സിനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവാം. അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു അടിമത്തത്തെ അല്ലെങ്കിൽ ആ ഒരു ബന്ധനത്തിൽ നിങ്ങൾ മോചിതരാകുന്നതായിട്ട് കാണുന്നുണ്ട് പലരും. ആ രീതിയിൽ ഒരുപക്ഷെ ഹസ്ബൻഡിനും മറ്റുള്ള സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടാവാം നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങളത് വീട്ടിലെല്ലാം സഹിച്ച് കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ. നിങ്ങൾക്ക് വേറെങ്ങും പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടും സ്വന്തമായി ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പലരും ആ ഒരു അവസ്ഥകൾ സഹിച്ച് നിൽക്കുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എങ്ങനെയും മോചനം നേടാമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾക്ക് പല രീതിയിൽ അതിനൊരു മോചനം ലഭിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അതിൽ നിന്ന് റിലീസ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളത് റിലീസ് ആവാനായിട്ട് തയ്യാറെടുക്കുന്നതായിട്ട് യൂണിവേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാവാം, ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മോചനം വേണം, യൂണിവേഴ്സ് അല്ലെ ദൈവത്തിനോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നുണ്ടാവും. അപ്പൊ അതിന് നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം യൂണിവേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിനോട് പറഞ്ഞിരിക്കുന്നത്, ആ രീതിയിൽ നിങ്ങൾക്ക് അവിടെ നിന്നൊരു റിലീസ്, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് റിലീസ് ആകാൻ പോകും. നിങ്ങൾക്ക് അവിടെ നിന്നൊരു മോചനം ലഭിക്കുന്നതായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ പോകുന്നു. നിങ്ങൾ അതിൽ നിന്ന് മോചിതരാവാൻ പോകുന്നു. നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഫ്രീഡം ലഭിക്കാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഏതെങ്കിലും കാരണം കൊണ്ട് നിങ്ങളെ വിട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് ഫ്രീ ആകുന്നതായിട്ടാണ് കാണുന്നത്. ആ രീതിയിൽ നിങ്ങളോട് ദൈവം സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അത്രയും ബർഡൻ ആയിട്ടുള്ള, അത്രയും നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളെ വിട്ടു പോകാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാതെ തടസ്സമായിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് കിട്ടിയതിന് നിങ്ങൾ നന്ദി കൊടുക്കണം. നിങ്ങൾക്ക് ഏതൊരു ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും ചെറിയ കാര്യമായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയണം, യൂണിവേഴ്സിനോട് നന്ദി പറയണം. അത് നിങ്ങൾക്ക് തന്നത് നിങ്ങൾ ആഗ്രഹിക്കുക, ഒരു പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചും ആവശ്യപ്പെട്ടിട്ടും പല കാര്യങ്ങളും തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഏതൊരു കാര്യത്തിനായാലും നിങ്ങൾ നന്ദി കൊടുക്കണം. ഏതൊരു ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും യൂണിവേഴ്സിന് അല്ലെങ്കിൽ ദൈവത്തിനോട് നിങ്ങൾ നന്ദി പറയണം. അപ്പൊ ചെറിയൊരു എമൗണ്ട് ആയാലും, ഇപ്പൊ ഇന്ന് കഴിഞ്ഞു പോകാനുള്ള കാശ് ഇന്ന് കിട്ടിയാലും നാളെ നിങ്ങൾക്ക് വലിയ എമൗണ്ടിന് ആഗ്രഹം ഉണ്ടെങ്കിലും, പക്ഷെ ഇന്ന് കിട്ടിയ ഒരു ചെറിയ എമൗണ്ടിനായാലും നമ്മൾ നന്ദി പറയണം. അതെന്റെ കൈകളിലേക്ക് വന്നതിന് നന്ദി,
അല്ലെങ്കിൽ നിങ്ങളുടെ കിച്ചണിൽ നിങ്ങളുടെ അരി തീരുമ്പോൾ എൻ്റെ ഈ പാത്രത്തിലേക്ക് ദൈവം നിറച്ചും എനിക്ക് എന്താ പറയുക എൻ്റെ പാത്രം നിറച്ചും അരി ഇന്ന് ചോറ് വെക്കാനുള്ളതും അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ളതിന് നിറയും തന്നതിനായി നന്ദി. ആ തരുന്ന എത്രയാണോ അതിന് നന്ദി കൊടുക്കുക. അപ്പോൾ തീരുമ്പോഴും നിങ്ങൾ അതിന് നന്ദി പറയാം, എൻ്റെ പാത്രം നിറഞ്ഞതിനായി നന്ദി എന്ന് പറയുക. അല്ലെങ്കിൽ ആരുടെ ഇന്ന് എനിക്ക് ഇത്ര രൂപ വേണം, ഏതെങ്കിലും വഴിയിലൂടെ യൂണിവേഴ്സ് തരുമ്പോൾ അതിന് നന്ദി പറയുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളതിന്റെ വീതം അവർക്ക് കൊടുക്കുക വേണം. നമ്മൾക്ക് കിട്ടുന്ന പോലെ കിട്ടണമെങ്കിൽ നമ്മൾ കുറേശ്ശെങ്കിലും മറ്റൊരില്ലാത്തവർക്ക് കൊടുക്കണം. മറ്റൊരാൾക്ക് ചെറിയൊരു സഹായം ചോദിക്കുമ്പോൾ അവർക്ക് അത് കൊടുക്കുക. ഇപ്പൊ യൂണിവേഴ്സ് അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് തരിക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഏതൊരു കാര്യത്തിന് നന്ദി വേണം, യൂണിവേഴ്സിനോട് നമ്മൾ നന്ദി പറയാം. പിന്നെ നമ്മള് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആരെങ്കിലും ഒക്കെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമ്മളോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും വലിയ തെറ്റോ ചെറിയ തെറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവരോട് നേരിട്ട് ക്ഷമ ചോദിക്കാൻ വയ്യെങ്കിൽ നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ അവരോട് വീട്ടിലിരുന്ന് ക്ഷമ ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള ചില ഫോർഗീവ്നെസ്സിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണുക. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമ ചോദിക്കണം. നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് നമ്മൾ ക്ഷമ ചോദിക്കണം. നമ്മളോട് ചെയ്ത തെറ്റിന് നമ്മൾ അവരോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോഴേ യൂണിവേഴ്സ് നമ്മൾ ആവശ്യമുള്ളതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് തരികയുള്ളൂ. നിങ്ങളുടെ ചിലരുടെ ലൈഫിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്താനായിട്ട് യൂണിവേഴ്സ് പോകുന്നുണ്ട്. യൂണിവേഴ്സ് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട്. നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് അതിന് പെട്ടെന്ന് റിസൾട്ട് ലഭിക്കാൻ പോകുന്നു. ചില കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ ആരിലേക്കോ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് മാരേജിലേക്ക് എത്താൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു മാരേജിന് നോക്കിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാളെ മാരേജ് നടക്കുന്നില്ല, നല്ലൊരു മാരേജിന് വേണ്ടി നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണ്. ട്രൂ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസൽ നിങ്ങൾക്ക് സഡൻ ആയിട്ട് വരാൻ പോകുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ നോ കോണ്ടാക്റ്റിലായിരിക്കുന്ന നിങ്ങളുടെ വ്യക്തി, ഇവിടെ ഒരു എംപറർ ആൻഡ് എംപ്രസ്, ഈ എംപറർ എംപ്രസ് വന്നിരിക്കുന്നത് കൊണ്ട് വന്നത് ഒരുപക്ഷെ മാരേജ് കഴിഞ്ഞ വ്യക്തികൾക്കുള്ള സിംഗിൾ മദർ ആൻഡ് സിംഗിൾ ഫാദർ ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു കോമ്പിനേഷൻ എംപറർ എംപ്രസ് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലുമായിട്ടുള്ള വ്യക്തികൾ ഒരു സിംഗിൾ മദറും സിംഗിൾ ഫാദറും ആയിട്ടുള്ള ആരെങ്കിലൊക്കെ ഒരു ജോഡികളാണ്. അത് ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ജോഡികളായിട്ട് കാണുന്ന ഒരു ടിൻ ഫ്ലെയിം സോൾമേറ്റ്. അപ്പൊ അങ്ങനെയുള്ളവര് നിങ്ങൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരലിന് ഒരു മാരേജിന് വേണ്ടിയിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വരും. നിങ്ങളുടെ മാരേജ് ഉടനെ വരും. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ വരുന്നുണ്ട്. പിന്നെ ചില വ്യക്തികൾക്ക് ഇവിടെ ഈഗോ വളരെയധികം ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നിങ്ങളുടെ വളരെ വഴക്കും ബഹളവും ഒക്കെ ഉള്ള വ്യക്തികളാണ്. ഒരുപക്ഷെ ഭാര്യ ഭർത്താവിനേക്കാൾ കുറച്ച് നല്ല ജോലിയോ സാമ്പത്തികമോ ഒക്കെ ഉള്ള, ഒരുപക്ഷെ സാമ്പത്തികം കുറച്ച് കൂടുതലുള്ള കുടുംബത്തിലാവാം ഭാര്യ, അല്ലെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസമോ ജോലിയൊക്കെ ജോലി ഭർത്താവിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി ഉള്ള ജോലിയാവാം, അല്ലെങ്കിൽ കൂടുതൽ നല്ല പൊസിഷനുള്ള ജോലിയിലാണെങ്കിൽ ഇവിടെ വളരെയധികം ഈഗോ വർക്കൗട്ട് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. ഈഗോ കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു വ്യക്തികളോട് നിങ്ങളുടെ ഈഗോ അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഈഗോ അവോയ്ഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷവും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസും വരികയുള്ളൂ എന്ന് നിങ്ങളോട് ദൈവം പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് വരണമെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ സക്സസ് വരണമെങ്കിൽ നിങ്ങളുടെ ആ ഈഗോ അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അത് ആരോടൊക്കെയാണെന്ന് അറിയില്ല. അത് നിങ്ങൾ അവോയ്ഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ, സന്തോഷം വരികയുള്ളൂ, സക്സസ് വരികയുള്ളൂ. എന്നാലും നിങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആരോടാ പറയുന്ന അറിയില്ല. ആ നിങ്ങളുടെ ഈഗോ നിങ്ങളോട് ആ ഈഗോ നശിപ്പിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നിയിരിക്കുന്ന അല്ലെങ്കിൽ ഈഗോ മൂലം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഫാമിലി ലൈഫ് ആകാം, അതിലൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം, അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും നിങ്ങളുടെ എന്താ പറയാ കരിയറിലൊക്കെ ഈഗോ മൂലം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ
ആ ഈഗോയെ നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ, ഈഗോയെ നിങ്ങൾ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് സക്സസ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ, സമാധാനത്തോടെ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ആ ഒരു ഈഗോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കളയുക. ചില വ്യക്തികളുടെ യൂണിവേഴ്സ് ദൈവം പറയുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, നഷ്ടങ്ങൾ, ചില ലോസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവാം, ലോസ് ഉണ്ടായിട്ടുണ്ടാവാം, എന്തെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽ ലോസ് വന്നിട്ടുണ്ട്, ഏതെങ്കിലും വ്യക്തികൾ, നിങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഏതെങ്കിലും വ്യക്തികൾ മൂലം നിങ്ങളുടെ സാമ്പത്തികം നഷ്ടമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ലോസ് ആരെങ്കിലും ഒക്കെ മൂലം ഉണ്ടായിട്ടുണ്ടാവാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അപ്പൊ നിങ്ങൾ ഇനിയും ആ ഒരു അവസ്ഥകൾ ഓർത്തുകൊണ്ടിരിക്കാതെ അതിനെയൊക്കെ ഫോർഗീവ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിനോടൊക്കെ ക്ഷമിച്ചിട്ട് നിങ്ങൾ അതിനെയൊക്കെ വിട്ടുകളയണം. കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു ഏതെങ്കിലും വ്യക്തി, ഒരുപക്ഷെ നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെയും കുട്ടികളെ ഉപേക്ഷിച്ച് പോവുകയോ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റാരുടെ കൂടെയിൽ ജീവിക്കുന്നുണ്ടാവാം. അപ്പൊ അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യാതെ അതില് കുടുക്കി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചൊക്കെ ഉള്ള വ്യക്തികളുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ലൈഫ് ഒരുപാട് ലോസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ആണെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ എന്നും ഇങ്ങനെ ഓർത്ത് പരാതി പറയണം. അയാൾ കാണാൻ എന്റെ ലൈഫ് ഇങ്ങനെയായി, എന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നില്ല, അങ്ങനെയാണ്, എനിക്ക് നല്ലൊരു ലൈഫ് ഇല്ല, എന്റെ ലൈഫ് നഷ്ടം, അങ്ങനെ ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ ഇങ്ങനെ ശപിച്ച് ഇങ്ങനെ ആ ഒരു കാലത്തെ കുറിച്ച് ഇങ്ങനെ ഓർത്തോർത്ത് നിങ്ങൾ ഇരിക്കുന്ന ആരൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളോട് പറയുന്നു ആ ഒരു കാലത്തിന് നിങ്ങൾ വിട്ടേക്കുക. ആ ഒരു കാര്യം നിങ്ങളുടെ കഴിഞ്ഞ ലൈഫിൽ സംഭവിച്ചിട്ട് ഉള്ള കാര്യങ്ങളെ നിങ്ങൾ പൂർണ്ണമായും മറക്കുക, പൂർണ്ണമായും വിട്ടുകളയുക. നിങ്ങൾക്ക് ഇനി എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത്? ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു പോയി, അത് കഴിഞ്ഞു. ഇനി ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ എപ്പോഴും ആ ഒരു വ്യക്തി ചെയ്ത കാര്യങ്ങൾ എങ്ങനെ ഓർക്കുകയും എപ്പോഴും മറ്റുള്ളവരുടെ ഇങ്ങനെ പറയുകയും ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ വ്യക്തി പോയിട്ടില്ല. എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഇങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തി ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സന്തോഷമുള്ള ഒരു ലൈഫ് കിട്ടില്ല. അപ്പൊ നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് മറന്നു കളയണം. എന്നിട്ട് നിങ്ങൾക്ക് ഇനി വേണ്ടത് എന്താണ്? നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഇനി വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെയായിരിക്കണം? സ്നേഹമുള്ള വ്യക്തിയായിരിക്കണം, നല്ലൊരു വ്യക്തി, നിങ്ങളെ കെയർ ചെയ്യുന്നതാവണം, ജോലി ചെയ്യുന്ന ആളാവണം, അങ്ങനെ വീട്ടുകാര്യങ്ങൾ നോക്കുന്ന അങ്ങനെ നല്ലൊരു വ്യക്തി ആയിരിക്കണം, എന്നെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു വ്യക്തി എങ്ങനെയുള്ളതായിരിക്കണം, അങ്ങനെ ആ ഒരു വ്യക്തി ആകർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളെ നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് ഇനി ആ ഒരു വ്യക്തിയോടൊപ്പം ഉണ്ടാവണം എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ അതിനെ ലൈഫിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ ഒരാൾ വരണമെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ ആ ഒരു വ്യക്തിനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായി നിങ്ങൾ മാറ്റിക്കളയണം. അയാൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റൊരാൾ നിങ്ങളുടെ മനസ്സിലോട്ട് കയറി വരിക? അയാളുമായിട്ടുള്ളത് പൂർണ്ണമായും എല്ലാം നിങ്ങൾ കട്ട് ചെയ്ത് കളയാം. അയാളോട് ക്ഷമിച്ചേക്കുക. അയാളുടെ ലൈഫ്, ഒരുപക്ഷെ അയാൾ അങ്ങനെ ചെയ്യേണ്ടത് ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാകും. ചില വ്യക്തികൾക്ക് 2 മാരേജ് ഉണ്ടാവാം അല്ലെ, ചില നാളുകാർക്കൊക്കെ അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു വ്യക്തിയും ഒരുപക്ഷെ മരണപ്പെടും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും. അപ്പൊ അതിനെ പാടെ മറന്നിട്ട് നിങ്ങൾ രണ്ടാമത് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് വേണമെങ്കിൽ നിങ്ങൾ അതിനെ ലൈഫിലേക്ക് കൊണ്ടുവരണം. ഇനി വേണ്ട, ഒറ്റയ്ക്ക് ലൈഫ് മതിയെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒറ്റയ്ക്ക് ജീവിക്കും. പക്ഷെ നിങ്ങൾ ആ കഴിഞ്ഞ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ വ്യക്തിയെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ നോക്കാതെ അതിനെ പൂർണ്ണമായും വിട്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരുന്ന കാര്യം എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോവുക. ഒരുപക്ഷെ നിങ്ങൾക്ക് കുട്ടികളെ നോക്കി കരിയർ ഫോക്കസ് ചെയ്ത് പോകാനോ ഇഷ്ടമെങ്കിൽ അങ്ങനെ പോവുക. അപ്പൊ അതിലേക്ക് നിങ്ങൾ ഏതിലേക്കാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകണം. നിങ്ങളുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞതിനെ പൂർണ്ണമായും വിട്ടുകളയണം. ഏത് പാട്ടിന് വിട്ടേക്കാത്ത ആരായാലും, ഫ്രണ്ടായാലും, ഏത് ഹസ്ബൻഡായാലും, ആരായാലും. എന്നിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത് ഇപ്പൊ പ്രസന്റ് നിങ്ങൾക്ക് എന്ത് സന്തോഷം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ലൈഫിൽ വേണ്ടത്, അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോകാം. കഴിഞ്ഞതിനെ വീണ്ടും റിവൈൻഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടതില്ല കേട്ടോ. ഏതൊരു കഴിഞ്ഞ കാലങ്ങളായാലും, ഇപ്പം സാമ്പത്തിക നഷ്ടമായാലും ഏത് രീതിയിലുള്ള നഷ്ടങ്ങളായാലും അതിനെ പൂർണ്ണമായും വിട്ട് കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പുതിയത് ലൈഫിലേക്ക് വരികയുള്ളൂ. അപ്പൊ പോയത് പോയി, എനിക്ക് യൂണിവേഴ്സ് എനിക്ക് പുതിയത് നല്ലത് തരണമെന്ന് നമ്മൾ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തോട് ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും തരും.
അപ്പൊ അതേ രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകും. അപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ മൂല്യമുള്ളത് വീണ്ടും തിരിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും കേട്ടോ. അപ്പോൾ സാമ്പത്തിക കാര്യം നഷ്ടപ്പെട്ടതിന്റെയൊക്കെ 100 ഇരട്ടിയായിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ അതേ രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് മുന്നോട്ടേക്ക്. അപ്പൊ കഴിഞ്ഞതിനെല്ലാം നമ്മൾ മറന്നിട്ട് പുതിയതിലേക്ക് ഫോക്കസ് ചെയ്ത് പോവുക. നമ്മുടെ ലൈഫിൽ കഴിഞ്ഞത് ഒന്നും ഓർത്തിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല, അതെല്ലാം കഴിഞ്ഞു പോയി. നമുക്ക് അതിനെ കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല. നമുക്ക് പുതിയ ഇപ്പൊ പ്രസന്റിലെ സന്തോഷം പാസ്റ്റിൽ എന്താണ് നമ്മുടെ ലൈഫിലേക്ക് വേണ്ടത് അതിനെ ആകർഷിക്കണം നമ്മൾ. അതാണ് നമ്മൾ ലൈഫിൽ കൊണ്ടുവരേണ്ടത്. പിന്നെ ചിലരോട് കെയർഫുൾ ആയിട്ടിരിക്കാൻ പറയാം. നിങ്ങൾക്ക് ഒരുപക്ഷെ മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നഷ്ടം വരാൻ, ഒരുപക്ഷെ പണം തട്ടുന്ന പല രീതിയിലുള്ള കാര്യങ്ങളില്ല. അപ്പൊ അങ്ങനെ ഒരുപക്ഷെ നിങ്ങളെ ഒരു കാമുകൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടാവാം നിങ്ങളുടെ പ്രണയം നടിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പല പല ആവശ്യങ്ങൾക്ക് പണം വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. പലർക്കും അങ്ങനെ ചതി പറ്റിയതായിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ വരുന്ന വ്യക്തി ഒരാള് നിങ്ങളെ തനിച്ചാണെന്ന് അറിയുമ്പോൾ പലരും നിങ്ങളോട് കൂട്ടുകൂട്ടാൻ വരും അല്ലെ. ഒരു വിധവയായ സ്ത്രീ ആവാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉപേക്ഷിച്ച സ്ത്രീയാണ്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന വ്യക്തികളാവുമ്പോൾ ആരെങ്കിലുമൊക്കെ വരും. അപ്പൊ അവര് വീണ്ടും വീണ്ടും ഇങ്ങനെ പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാം സ്നേഹിക്കുന്ന പണത്തിനെയാന്ന് കരുതണം. അവർക്ക് നിങ്ങളുടെ ആവശ്യത്തിന് പണം വാങ്ങാനാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ യഥാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടും വിഷമം കൊണ്ട് നിങ്ങളെ സഹായിക്കും. യഥാർത്ഥ റിയൽ ആയിട്ടുള്ള സ്നേഹമാണ്. അല്ലെങ്കിൽ നിങ്ങളോട് വീണ്ടും വീണ്ടും ഇങ്ങനെ പണം ആവശ്യപ്പെടുകയാണ്, അതൊരു ചീറ്റിംഗ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു വിഡ്ഢിയാണെന്ന് വേണം പറയും അല്ലെ. അപ്പൊ നിങ്ങൾക്കൊരു ലൈഫ് തരാൻ വേണ്ടി നിങ്ങൾ ആ ഒരു വ്യക്തിയെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിച്ച ഒരു വ്യക്തിയിൽ നിന്നൊരു ലൈഫ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താണ് അങ്ങനെ വർഷങ്ങളോളം ഒരാൾ എന്നെ വിളിച്ചത് 3 വർഷത്തോളം ആ വ്യക്തിക്ക് വേണ്ടതെല്ലാം സാമ്പത്തികങ്ങളും ഇവര് കഷ്ടപ്പെടുന്ന മൊത്തം അയച്ചു കൊടുത്തു. അയാൾ വീടും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് അവസാനം അയാൾക്ക് വേണ്ട അല്ലെ. അത്തരം എനിക്ക് റീഡിങ്ങിന് വന്നിട്ടുണ്ട്. അങ്ങനെ ഒന്നല്ല എത്രയോ പേരാണ് റീഡിങ്ങിന് വന്നിരിക്കുന്നത്. നിങ്ങൾ വിദേശത്തൊക്കെ പോകുമ്പോഴത്തേക്കിനും അവിടെ നിങ്ങൾക്ക് മറ്റേ വീട്ടു ജോലിക്കൊക്കെ ആയിരിക്കും, നിങ്ങൾ അറിവുകളുടെ വീട്ടിലൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒറ്റയ്ക്കാണല്ലോ പോകുന്ന ഏജൻസി വഴി. അവിടെ ചെല്ലുമ്പോൾ ആരുമില്ല. അപ്പൊ ആരെങ്കിലും ഒക്കെ ഇതുപോലെ മലയാളികളായിട്ടുള്ളവർ നിങ്ങൾ വിശ്വസിക്കും, അവരുടെ പഞ്ചാരവാക്കുകൾ വിശ്വസിക്കും. അപ്പൊ അവരുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടിയിട്ട് നിങ്ങളുടെ ചരിത്രം കഥകൾ ഉള്ളു പറഞ്ഞു കേൾപ്പിക്കും. അപ്പൊ നിങ്ങൾ അയാളുടെ സ്നേഹം നടിച്ച് നിങ്ങളുടെ കൂടെ കൂടി എല്ലാ ഹെൽപ്പും ചെയ്തു തരാൻ പറഞ്ഞു വിടും. എന്നിട്ട് അയാളുടെ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളോട് പണം മേടിച്ച് കൊണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് നഷ്ടങ്ങളുണ്ടായി. എന്താ പറയാ, അയാൾ കിട്ടുമെന്നുള്ള വാഗ്ദാനങ്ങളും പലതും തന്നു നിങ്ങളെ അങ്ങനെ ചീറ്റ് ചെയ്ത് നിങ്ങളുടെ മൊത്തം പിടുങ്ങിയെടുത്തിട്ട് അവസാനം അയാൾ മുങ്ങും. അങ്ങനെ എത്രയോ കേസുകളാണ് ഞാൻ റീഡ് ചെയ്യുന്നത്, അങ്ങനെ നാട്ടിലായാലും വിദേശത്തായാലും. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് അറിയുമ്പോൾ ഒരുപക്ഷെ പലരും ഒറ്റയ്ക്കാകാത്ത സ്ത്രീകളുണ്ട്. ഭർത്താക്കന്മാരൊത്ത് സുഖമായിട്ട് ജീവിക്കുന്നവരും, അല്ലെങ്കിൽ വിദേശത്ത് ഭർത്താക്കന്മാരും നാട്ടിൽ, എന്നിട്ടും പോലും ഇങ്ങനെയുള്ള ചതികളിൽ പെട്ടിട്ട് പൈസ ഒന്നും പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചീറ്റിങ്ങിൽ നിങ്ങൾ പെടാൻ സാധ്യതയുണ്ട് ചിലരൊക്കെ. അപ്പൊ നിങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് നിങ്ങളുടെ ഫാമിലിക്കുള്ളതാണ്, നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ കൂടുതൽ ചോദിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടതില്ല. ഇങ്ങനെ പണം കൊടുത്ത് എന്തിനാണ് നിങ്ങൾ ഒരാളെ നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് ഒരു പാർട്ട്ണറായിട്ട് വാങ്ങുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതുവരെ പല ചീറ്റിങ്ങിൽ അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ചീറ്റിങ്ങിൽ പെടാതിരിക്കാൻ ശ്രമിക്കണം എന്നിവിടെ ഒരു കാർഡിലൂടെ നിങ്ങളോട് ദൈവം പറയുന്നുണ്ട്. നിങ്ങൾ വിളിക്കുന്ന ദൈവം അല്ലെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. പലവട്ടം ചീറ്റിങ്ങിൽ പെട്ടവരുണ്ടാവാം, ഇനിയും നിങ്ങൾ പെടാതിരിക്കണം എന്ന് പലരോടും പറയുന്നതായിട്ട് ഇവിടെ കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. യൂണിവേഴ്സ് പറയുന്നുണ്ട്. വളരെ സൂക്ഷിച്ച് ആളുകളെ മനസ്സിലാക്കിയതിനു ശേഷം അവരോട് ഇടപെടാൻ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളതാണ്. ഇനി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഒരുപാട് ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഏൺ ചെയ്യാനായിട്ട് പറ്റും, ഒരുപാട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു അബണ്ടൻസ് അമ്മമാരായ ചിലരോടൊക്കെയാണ് പറയുന്നത്. ഒറ്റയ്ക്കായിട്ടിരിക്കുന്ന സിംഗിൾ പേരന്റ് ആയ അമ്മമാരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയും വിഷമിക്കേണ്ടതില്ല. ഒരുപാട് ലോസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ എന്താ പറയാ, അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ പലരും നിങ്ങളെ വന്ന് ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്ന് പറയുന്നുണ്ട്. വിദേശത്തൊക്കെയുള്ള അമ്മമാരോടും നാട്ടിലുള്ളവരോടുമാണ് പറയുന്നത്. പല രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പല മേഖലകളിൽ.
പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു ലെസൺ ആയിട്ട് നിങ്ങൾ എടുക്കാൻ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതൊക്കെ ആ ഒരു നിങ്ങളുടെ ലൈഫ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ ആരും നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്ന വ്യക്തികളെ മനസ്സിലാക്കാൻ ഒരു ലെസൺ ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യാം. നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഇനിയും ഒരുപാട് അബണ്ടന്റ് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അബണ്ടന്റ് ആണ് നിങ്ങളെ കാത്ത് ഇനിയിരിപ്പുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ലൈഫിലൂടെ ഇത്തരം ചില തിരിച്ചടികളൊക്കെ നിങ്ങൾക്ക് തന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു പാഠം നിങ്ങളുടെ നിങ്ങളെ ലൈഫ് ഒന്ന് പഠിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെ ഒന്ന് മനസ്സിലാക്കി തന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു അബണ്ടന്റ് വെച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ചിലർക്ക്. അങ്ങനെ ഒരു അബണ്ടന്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ട്. നല്ല ലൈഫ് നിങ്ങൾക്കുണ്ട്. ചീറ്റിംഗ് ഉള്ള ആൾക്കാരെയൊക്കെ എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം റിയൽ ആയിട്ടുള്ള ആളെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിരിക്കാം. പക്ഷെ നിങ്ങൾ റിയൽ എന്ന് കരുതിയിരിക്കുന്ന ആളായിരിക്കാം ചീറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നി. പക്ഷെ ചീറ്റ് ചെയ്യുന്ന ആളാണെന്ന് തോന്നിയ വ്യക്തിയായിരിക്കാം റിയൽ ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ആരൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ലൈഫ് തരാൻ തയ്യാറായിട്ട് വരാൻ യൂണിവേഴ്സ് ഒരുക്കുന്നുണ്ട് പലരെയും കേട്ടോ. അപ്പൊ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇനിയും നിങ്ങൾക്ക് ലൈഫുണ്ട്. നിങ്ങളിപ്പം ഡിപ്രഷനിലൊക്കെ ഈ നഷ്ടങ്ങളൊക്കെ വന്ന് ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തി നേടി വരിക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ ദൈവം നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിന് ഇനിയും ഒരു സന്തോഷം കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചെങ്കിലും ലഭിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഈ സംഭവിച്ചത് ഓർത്തിട്ട് ഇനി അയ്യോ എന്റെ ലൈഫ് ഇതോടെ തീർന്നിനിയില്ല എന്നൊരു ചിന്താഗതി നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഇനിയും ലൈഫ് ഇഷ്ടം പോലെ ഉണ്ട്, മുന്നിലുണ്ട്. ദൈവം നിങ്ങളെ ഇനിയും ചീറ്റിങ്ങിലൊന്നും പെടാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിട്ട് ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ്. അപ്പൊ ഇപ്പം നിങ്ങളെ ഇത്രയും ചീറ്റ് ചെയ്ത വ്യക്തിയെ നിങ്ങളെ കാത്തിരിക്കുന്നവരുണ്ട്. പലരും ചീറ്റ് ചെയ്തിട്ടും അവര് ചെയ്യാവുന്നിടത്തോളം ദ്രോഹം ചെയ്തിട്ടും അവോയ്ഡ് ചെയ്തിട്ടും നിന്നെ വേണ്ട, നീ മരിച്ചാൽ മതി എന്നവർ പറഞ്ഞിട്ടും ഇനിയും അവരെ കിട്ടുമോ എന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് റീഡിങ്ങിന് വന്നവരുണ്ട്. അപ്പൊ ഇത്രയും കിട്ടിയിട്ട് ഇനി അവരെ നോക്കി നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാതെ രണ്ടായിട്ട് നിന്നിട്ടും നിങ്ങൾ ഇത്രയും അനുഭവിച്ചിട്ടും നിങ്ങൾക്ക് അവരുടെ കൂടെ പോയി കല്യാണം കഴിച്ച് ബാക്കിയും കൂടെ അനുഭവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ചോദിക്കുകയാണ്. ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ ആ വ്യക്തി ആരാണെന്ന് മനസ്സിലായി, അയാൾ ചീറ്റിംഗ് ആണ്, ചതിയനാണ്, സ്നേഹമുള്ളവനല്ലെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മനസ്സിന് എന്തുകൊണ്ടാണ് അയാളെ കളയാത്തത് എന്ന് എനിക്ക് യൂണിവേഴ്സ് അല്ല ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ അയാളെ കളയുക. ഇനി നിങ്ങൾ അയാളെ കല്യാണം കഴിക്കാൻ പോയാൽ അയാളിൽ നിന്ന് നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ പ്രോബ്ലം, ഒരുപക്ഷെ നിങ്ങളെ കൊല്ലാൻ പോലും മടിക്കത്തില്ലായിരിക്കും. അതുകൊണ്ട് അതിനെയൊക്കെ വിട്ട് കളയുക. അതിനെ വിട്ട് കളഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലത് വരുത്താൻ, നല്ലത് വരാൻ ആഗ്രഹിക്കാനാണ് പറയുന്നത്. ഇത്ര സ്നേഹമുള്ള ഒരു വ്യക്തികൾക്കും അതേ രീതിയിൽ ചെയ്യാൻ കഴിയില്ല നിങ്ങളോട് എന്ന് നിങ്ങളോട് യൂണിവേഴ്സ് പറയുകയാണ്. ദൈവം എൻ്റെ കൂടെ നിന്ന് എൻ്റെ നാവിലൂടെ നിങ്ങളോട് പറയുകയാണ്. എൻ്റെ അടുത്ത് റീഡിങ്ങിന് വന്ന പലരോടുമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത്രയും ദ്രോഹങ്ങൾ ചെയ്ത് നമ്മൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് നമ്മളോടൊരു സ്നേഹം വേണം. നമ്മൾക്കൊരു വാല്യൂ കൊടുക്കണം, അല്ലെ? നമ്മൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് നടക്കുന്നത്. മറ്റുള്ള വ്യക്തികൾക്ക് സ്നേഹം കൊടുക്കുകയാണ്, നമ്മുടെ എല്ലാം അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്നിട്ടും അവരുടെ ആ സ്നേഹം ലഭിക്കുന്നില്ല. എന്നിട്ട് ഇനി എന്താണ് കൊടുത്താലും സ്നേഹിക്കുക എന്നുള്ളത്. അപ്പൊ സ്നേഹം കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടാണോ നിങ്ങൾക്ക്? അതാണ് ദൈവത്തിന് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അപ്പൊ യഥാർത്ഥ സ്നേഹത്തിന് നിങ്ങൾ കണ്ടെത്തൂ. ഈ ചീറ്റിംഗ് അല്ലെങ്കിൽ ഈ ചതിയന്മാരെ നിങ്ങൾ വിട്ട് കളയൂ എന്ന് നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ കഴിഞ്ഞ അടുത്ത ആളുകളെ തേടി പോകും. നിങ്ങളിൽ നിന്ന് കിട്ടുന്നത് കുറച്ച്, നിങ്ങളുടെ മാക്സിമം നിങ്ങളിൽ നിന്നെല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് അടുത്തതിനെ തേടി പോവാണ്. ഇനിയും അവർക്ക് കിട്ടാൻ ഇനിയുണ്ട് വേറെ അടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും 3 വർഷവും 4 വർഷവും ചീറ്റിങ്ങും നിങ്ങൾ പെട്ടിട്ടും നിങ്ങൾ വീണ്ടും അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോവാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യൂ. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കൂ, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കൂ. നിങ്ങളൊരു വാല്യൂ കൊടുക്കൂ. അതായത് നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇത്ര സ്നേഹം. അതായത് അവര് കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് സ്നേഹം കിട്ടൂ എന്നുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ സന്തോഷിപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്നേഹം കിട്ടൂ. അല്ലാതെ നിങ്ങളെന്ന വ്യക്തിക്ക് അവിടെ യാതൊരു വാല്യൂ ഇല്ല. അതായത് പലരും കരുതുന്നത് ഒരു പുരുഷൻ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നാണ് പല സ്ത്രീകളുടെയും വിചാരം. ഒരു പുരുഷൻ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, പുരുഷന്റെ സ്നേഹം കിട്ടിയില്ലേ ജീവിക്കാൻ പറ്റില്ല. അതാണ് പുരുഷന്മാരുടെ പുറകെ ഇങ്ങനെ പോകുന്നത്. അതാണ് അവര് മുതലാക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ വീണ്ടും പറ്റിക്കുന്നത്. വീണ്ടും നിങ്ങൾ പറ്റിക്കപ്പെടുന്നത് അതിന്റെ കാരണം കൊണ്ടാണ്. നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളുടെ വാല്യൂ കണ്ടെത്തുക.
ഒരു എന്താ പറയാ, ഒരു പുരുഷനോടൊപ്പം ജീവിക്കുന്നത് മാത്രമല്ല ജീവിതം, അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് അതേ രീതിയിൽ പോകുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയാത്തവർ വീണ്ടും വീണ്ടും പോകുന്നത് പടുകുഴിയിലേക്കാണ്, ചതിയിലേക്കാണ്, ചീറ്റിങ്ങിലേക്കാണ്. അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പറ്റി നിങ്ങൾക്ക് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു കുട്ടി പ്രീ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രിയിലേക്ക് കാലെടുത്ത് വെച്ച് 2 വർഷം ആകുമ്പോഴേക്കും ആയിരിക്കും ഒരുപക്ഷെ പിന്നെ ഉടനെ കല്യാണമാണ്, 3 വർഷം പൂർത്തിയാക്കില്ല. അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ ഉടനെ കല്യാണമല്ല ലൈഫ്. ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾക്ക് മാക്സിമം നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തിട്ട് അവൾക്കൊരു ജോലി വാങ്ങി കൊടുക്കൂ. നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു, മകൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അവൾക്ക് ഒരു ജോലി വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ്. പഠിപ്പിച്ചിട്ട് അതാണ് വിദ്യ കൊടുക്കുക, അതോടൊപ്പം അവൾക്ക് ജോലി കൊടുക്കുക. അല്ല നിങ്ങൾ അവൾക്കൊരു പുരുഷനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതല്ല ലൈഫ്, അല്ല അവളുടെ ലൈഫ്. ഒരു ജോലി വാങ്ങിക്കൊടുക്കുന്ന ആള് ലൈഫിൽ എന്ത് സംഭവിക്കുന്ന ആർക്കും ഒന്നും പറയാനാവില്ല. പക്ഷെ നിങ്ങൾ അവളെ പഠിപ്പിച്ചിട്ട് ഒരു ജോലി വാങ്ങിക്കൊടുത്താൽ അവൾക്ക് ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കാൻ കഴിയും. തൻ്റെ ഇടമുള്ള കുട്ടിയെ, നല്ല ധൈര്യമുള്ള കുട്ടിയായിട്ട് വളർത്തുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങളുടെ മക്കൾക്ക് പറ്റാതിരിക്കണം, പെൺകുട്ടികൾക്ക് പറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളതല്ല, ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്. എനിക്കിപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ വന്നിരുന്നത്. ഇവിടെ ഞാൻ വന്നിരുന്നു ഈ കാർഡുകളുടെ മുൻപിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്നോട് ദൈവം എന്നിലൂടെ സംസാരിച്ചതാണ്. പലർക്കും ഇതൊരു മെസ്സേജ് ആയിരിക്കും എന്ന് എനിക്കറിയാം. പലർക്കും ഇന്നലെ ഒരുപാട് പേർക്ക്, കൂടുതൽ സ്ത്രീകൾ ഈ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പലർക്കും ഉള്ളൊരു മെസ്സേജാണ്. ആ ഒരു മെസ്സേജ് ദൈവം നിങ്ങളോട് പറയാനുള്ളത് എന്നിലൂടെ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാക്കിയൊരു ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് എനിക്ക് പറയുന്നു. കൊണ്ടുപോകുക കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. പറ്റിയ അബദ്ധത്തിനെയൊക്കെ ദൈവത്തിന്റെ മുന്നിൽ പറഞ്ഞ് മാപ്പ് ചോദിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് മറ്റു നല്ലൊരു ലൈഫും ഉറപ്പായിട്ടും തരും. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇതുവരെ പറ്റിയ ഇത്രയും നാളെ നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തിയിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ പോകരുത്. ഇത് നിങ്ങളോട് ദൈവം പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങളത് മനസ്സിലാക്കൂ. നിങ്ങൾ എന്ന വ്യക്തിക്ക് നിങ്ങളൊരു വാല്യൂ കൊടുക്കൂ. നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് വാല്യൂ തരാത്തത്. അത് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നാമത് കേട്ടോ. അപ്പൊ നിങ്ങൾ എനിക്കൊരു ഹെൽപ്പിന് വന്നതാണെന്നുള്ള രീതിയിലാണ് പലരും പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആരുമില്ല. നിങ്ങൾ യൂണിവേഴ്സിനോട് സഹായം ചോദിക്കൂ, നിങ്ങളുടെ ദൈവത്തിനോട് സഹായം ചോദിക്കൂ. ദൈവത്തിന്റെ മുന്നിൽ ദൈവത്തിനോട് സഹായം ചോദിച്ചിട്ട് ദൈവത്തിന്റെ ഗൈഡൻസിൽ ദൈവത്തിന്റെ കൂടെ പോയിരിക്കുന്നവരാരും തോറ്റുപോയിട്ടില്ല. എല്ലാവരും ഉന്നതിയിൽ എത്തിയിട്ടുള്ളൂ, വിജയിച്ചിട്ടേ ഉള്ളൂ. ദൈവത്തിനെ മറന്ന് ദൈവം അങ്ങനെ ഒരാളില്ലാത്ത എന്ന രീതിയിൽ വ്യക്തികളിലേക്ക് സഹായമായിട്ട് പോയിട്ടുള്ളവരാരും രക്ഷപ്പെടുന്നില്ല. അപ്പൊ ദൈവം നിങ്ങളോട് പറയാൻ പോകുന്നു, നിങ്ങൾ ദൈവത്തിനെ കൂട്ടുപിടിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറയുന്നു. ആ പോകുന്ന വ്യക്തികളെല്ലാം അവര് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലൈഫിലേക്ക് മാജിക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. സന്തോഷകരമായ സക്സസ് അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അവരുടെ മക്കൾക്കും സന്തോഷവും സക്സസും വരുന്നുണ്ട്. അത് നിങ്ങളോട് പറയാനാണ് ദൈവം പറയുന്നത്. നിങ്ങൾക്കത് ആർക്കൊക്കെ മനസ്സിലായെന്ന് എനിക്കറിയില്ല. മനസ്സിലാക്കിയാൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്ന് നിങ്ങളോട് ദൈവത്തിന് പറയാനുള്ള ദൈവത്തിന്റെ റീഡിങ്. ഇതാണ് നിങ്ങൾക്ക് ദൈവം തരുന്ന സന്ദേശം കേട്ടോ. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.